നമുക്കൊരു ടാങ്കറുകാരൻ തന്ന പണിയാണിത്. ഇവിടെ ഒരു കുത്ത്, അതുപോലെ തന്നെ ഇതായി കാണുന്നതും. കൊടൈക്കനാലിലെ മരം കോച്ചുന്ന തണുപ്പിൽ നിന്ന് രാവിലെ തന്നെ പാട്ടിട്ടിട്ട് ആസ്വദിക്കുന്ന ഷെഫീക്ക. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ സെക്കൻഡ് ഡേ കൊടൈക്കനാൽ, മറയൂർ, അതുപോലെ തന്നെ നേരെ മൂന്നാർ. ആ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിൽ 2ാം ദിവസമാണ് ഇന്ന്. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ മറയൂർ പോവാണ്. സോ അപ്പോഴേക്കും നമുക്ക് വേറെ വണ്ടി വന്നിരുന്നു. നമ്മളെന്തായാലും ഇന്നലെ വണ്ടി ഇവിടെ നൈസായിട്ട് സൈഡാക്കി നമ്മളിന്ന് ഫ്രഷപ്പ് ചെയ്തില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തലേ ദിവസം കൊടൈക്കനാൽ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയിട്ട് വാച്ച് ചെയ്യുക. സംഗീത തണുപ്പ് പറഞ്ഞിട്ടോ, വായൊക്കെ ഒരു മണി ഇതാവാണ്. വേണ്ട കുടിച്ചു. ഈ ചേട്ടനുണ്ടോ രാവിലെ ചായയും കോഫിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത്. സംഗീത നല്ല കോഫിയാണ്, ഞാനൊരു കോഫി കുടിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടുന്ന് നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് പോകണം. അപ്പോൾ നമ്മൾ വൈഡാക്കി എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് പോയിട്ട് പോകണം കേട്ടോ. അതെന്താ വെച്ചാൽ സ്ട്രൈറ്റ് എടുത്താൽ ഈ മരക്കും പ്രശ്നമാണ്. സോ ജസ്റ്റ് തെൽക്കട്ട് ഒരു ആ രീതിയിൽ പോകണം. നമ്മൾ രാവിലെ വന്ന വണ്ടിയാണ് ഇത്. നമ്മൾ രാവിലെ ഇന്നലത്തെ ഇൻട്രോയിൽ കാണിച്ച അതേ ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ നേരെ മറയൂർ, കാന്തല്ലൂർ ട്രക്കിംഗ് ആണ്. അവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്തുക. ഉച്ചയ്ക്ക് ശേഷം ട്രക്കിങ് കൊടുക്കുക. ആൻഡ് അതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നേരെ അന്ന് അവിടെ സ്റ്റേ, അതായത് ഇന്ന് എന്നിട്ട് മറയൂർ സ്റ്റേ, അത് കഴിഞ്ഞിട്ട് നേരെ വെരി നെക്സ്റ്റ് ഡേ മൂന്നാറിലേക്ക്. അതാണ് പ്രോഗ്രാം. സോ നമുക്ക് സമയം ഏകദേശം പറയുകയാണെങ്കിൽ 7 മണി ആവാറായി. സംഗതി വണ്ടി നല്ല പൊടിച്ചളിയാണ്. സംഗതി എന്തായാലും നാട്ടിൽ പോയിട്ട് കഴുകാൻ പറ്റൂ. കഴുകണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ജസ്റ്റ് പുറം മാത്രം കഴിയാൻ പോരല്ലോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രക്കിംഗ്, ഓഫ് റോഡ് അല്ല, ജസ്റ്റ് ട്രക്കിംഗ് എന്ന് വെച്ചാൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ്. നമ്മുടെ കാന്തല്ലൂർ തന്നെ നമ്മുടെ ഷുഗർ ഫാക്ടറി കാര്യങ്ങൾ നോക്കിയോട്ടെ ട്രക്കിങ്ങിന് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ മറയൂർ. ഗൈസ്, കാട്ടുപോത്ത് കാണാൻ പോകും. ഒരുപാട് കുറേ ഉണ്ട് കാട്ടുപോത്ത്. ധൈര്യത്തോടെ കയറി ചെന്നാൽ പണി കിട്ടും. ചിലപ്പോൾ ഒക്കെ പോലെ പാഞ്ഞ് വരവ് വരും കേട്ടോ. അതുണ്ട്, കുറേ എണ്ണം ഉണ്ട്. ഞങ്ങൾ കാട്ടുപോത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫാൻസ് വന്നിരിക്കുന്നത്. പേരെന്താ? വത്സലകുമാർ. ഈ വണ്ടിയിൽ വന്നാണല്ലേ? യെസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാണാം. ഫുഡ് കൊടുക്കട്ടെ പിള്ളേർക്ക്. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് പോവാം. എൻ്റെ ഫാൻസ് അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. തിരക്കുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 26 മനസ്സിലായി. സംഗതി എന്താ വെച്ചാൽ നമുക്ക് ഡേറ്റ് ഒന്നും നോക്കാനല്ല, സംഗതി എന്തായാലും പ്രത്യേകതയുള്ള ദിവസം നമുക്ക് പറയാം. അയ്യോ, സംഗതി എന്തായാലും ഫുഡ് ഞാൻ കഴിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വേഗം പോകണം. നമുക്ക് 1/2 മണിക്കൂറോളം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട ബ്ലോക്ക് എന്ന് വെച്ചാൽ കട്ട ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് സീനായി. ഇപ്പോൾ സമയം ഏകദേശം വന്നിട്ട് 8:30 കേട്ടോ. ഞങ്ങളങ്ങനെ വണ്ടി എടുത്തിരിക്കുകയാണ്. ചേട്ടാ സോറി ചേട്ടാ. എന്തത് പുകക്കുറ്റിയാണോ വരുന്നത്? യെസ്, നമ്മുടെ കർണാടക സ്റ്റേറ്റിൻ്റെ വോൾവോ വരുന്നു. പാക്കേജിങ് നൈറ്റ് സർവീസ് വോൾവോ ഉണ്ടോ? ഗൈസ്, ഞങ്ങൾ 9:30 ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ബഹുലമായ കുറച്ച് കഥകളുണ്ടായി. ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. വെറുതെ വേണ്ട ദിവസം എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കി പരിപാടി നോക്കാം. നമ്മളങ്ങനെ നേരിടുന്ന പഴനി വ്യൂ പോയിന്റിൻ്റെ അവിടെ ആരായി. ഇവിടെ നോക്കിയാൽ നമുക്ക് പഴനി സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് വെയിലുണ്ട്, നല്ല തണുത്ത കാറ്റ് നല്ല രീതിയിലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി മൊമെൻറ്റ്സാണെന്ന് തന്നെ പറയാം. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ആനമലൈ ടൈഗർ റിസോർട്സിലൂടെ നേരെ കിടക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഇതാക്കാറുണ്ട്. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യലുണ്ട്. വലിയ വണ്ടി ആയതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ട് വല്ലാണ്ട് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ചെറുവണ്ടികൾ കൊണ്ട് വന്നാൽ അവിടെ നിർത്തി സകല ബാഗും തുറന്ന് പരിശോധിച്ചിട്ടേ വിട്ടു.
ചെറുവണ്ടികൾ കൊണ്ട് വരുന്നത് സൂക്ഷിക്കുക. എൻട്രി ഫീസായിട്ട് നമ്മുടെ വണ്ടിക്ക് 100 രൂപ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ ചെറുവണ്ടികൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ട് എന്തായാലും പിടിക്കും. ഫോറസ്റ്റും അതുപോലെ തന്നെ ഇതുമുണ്ട്, സെൻട്രൽ ഫോഴ്സും എല്ലാം കൂടിയിട്ടാണ് അവിടെ ചെക്ക് നടത്തുന്നത്. അപ്പോൾ ഈ കയർത്തു. അപ്പോൾ എന്നാൽ നമ്മൾ നേരെ ആനമലൈ ടൈഗർ റിസോർട്സിലൂടെ ജസ്റ്റ് പോകുന്നുള്ളൂ. ചെക്ക് പോസ്റ്റ് വേണ്ട ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടാവും. ഓൺ ഗോയിങ്. ഇതല്ലേ ബാക്കേക്കും പിള്ളേരൊക്കെ പിന്നെ ഉറക്കത്തിലാണ്, പിന്നെ പറഞ്ഞ കാരണം ഒന്നുമില്ല. ഒരു തിരക്കില്ല പിള്ളേർ. നോക്കും കുറേ നേരം കുറച്ച് നേരം തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിയുമ്പോൾ ഉറക്കത്തിലായിരുന്നു കുറേയൊക്കെ. ഈ കല്ലൊക്കെ വെട്ടി വെച്ചൂടെ എനിക്ക്. ഇവിടെ വന്നിട്ട് സിംഗിൾ റോഡാണ്, 2 സൈഡും നല്ല വലിയ വെഡ്ജുകളാണ്. സൂക്ഷിച്ചിറക്കിയില്ലെങ്കിൽ വണ്ടർ ടയറിനൊക്കെ നല്ല പണി കിട്ടും. അതുപോലെ ഓവർ സ്പീഡിൽ പോയാലും പണി കിട്ടും. അങ്ങനെ വണ്ടികൾ അവിടെ നിന്നും കിട്ടും ഇതേ സ്പീഡിലാവും പാഞ്ഞില്ല. സോ ബി കെയർഫുൾ. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വണ്ടി നിർത്തുന്നുണ്ട്. സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലേക്ക് പോലത്തെ സംഗതി, ലേക്കല്ല എന്തായാലും നല്ല അടിപൊളിയാണ്. ഇവിടെ ഫുൾ വെള്ളമാണ്, അങ്ങോട്ട് ഫുൾ. എനിക്ക് കുറച്ച് കുരങ്ങന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് വരുന്നത് മോശമായ എക്സ്പീരിയൻസ് അല്ല, വെയിലിൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രശ്നം ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ പോവുകയാണെങ്കിൽ അടിപൊളിയായി, ഏർലി മോർണിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ അടിപൊളി ക്ലൈമറ്റും ഇതൊക്കെ ആവും. പക്ഷേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പണിംഗ് ക്ലോസിങ് ടൈമുണ്ട്. പാതിരാത്രി ഇതിൻ്റെ ഉള്ളിൽ മിഡ് നൈറ്റിലൊന്നും ഇത് പ്രവേശനമില്ലാത്ത ഏരിയയാണ്, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, പ്രോപ്പർ ടൈമിനുള്ളിൽ ചെക്ക് പോസ്റ്റ് കിടക്കുന്നുണ്ടോ, അതൊരു കർത്തവ്യമാണ്. ഞങ്ങളങ്ങനെ 2 അശ്രാന്തമായ 2 എയർപിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് അപ്പോഴേക്കും KSRTC ബാക്കിലും ഫ്രണ്ടിലും പിന്നിൽ കയറുമ്പോഴേക്കും KSRTC അങ്ങനെയൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ നൂൽപ്പാലങ്ങൾ പോലത്തെ പാലങ്ങളാണ്. അവിടെ റിവേഴ്സ് ഇറക്ക്, അവിടെ ഓട്ടയാട്ടാ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഓട്ടയുടെ. ഞങ്ങൾ KSRTC കയറ്റി വിട്ടിരിക്കുന്നതാണ്. ഒരു സുഖമുള്ള പരിപാടിയാണ് KSRTC വേഗം കയറ്റി വിടുക എന്ന് വെച്ചാൽ. പക്ഷേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വണ്ടി വരുന്നുണ്ട് ഇത് കൊടുക്കാമല്ലോ, നമ്മൾ ബാക്കി കിടന്ന് കഷ്ടപ്പെടണ്ട. നൈസ്. അങ്ങനെ കേരള ചെക്ക് പോസ്റ്റിലേക്ക് ചാടിയിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം, ഡ്രൈവറുടെ പേര്, വണ്ടി നമ്പർ, എത്ര ആളുടെ എണ്ണം, ഇവിടുന്ന് ഏത് നേരം പോകുന്നു, ഇതൊക്കെ ഇവിടെ ചോദിച്ചു തരും. 2 സ്ഥലത്ത് ചോദിച്ചു തരുന്നുണ്ട്. തമിഴ്നാട് സൈഡ് 100 രൂപ വാങ്ങിയില്ല, പക്ഷെ അതിന് രേഖകളൊന്നുമില്ല. കാശ് വന്നപ്പോൾ ഇവിടെ നേരെ കൊടുത്ത് ഒഴിവാക്കി പോകുന്നുണ്ട്. കേരളക്കാർക്ക് പിന്നെ ആ പ്രശ്നമുണ്ട്, കേരളമായിട്ട് 30 രൂപയാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് റോഡും കേരള റോഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ശരിക്കാം, തമിഴ്നാട് റോഡാണോ നല്ലത്, കേരള റോഡാണോ നല്ലത്? ഭയങ്കര ഇവിടെ ആരവസ്ഥ. നമ്മൾ വരുന്ന വഴിക്ക് വീഡിയോ കാണിച്ചതാണ്, പോകുന്ന വഴിക്ക് 2 സൈഡും കേടുണ്ട്, അതല്ലാതെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഫുള്ള് കൊണ്ടിട്ടും ഇതായിട്ടൊക്കെ. ആ 2 ബെൻഡ്, ആ 2 ബെൻഡിൻ്റെ അവിടെ മാത്രമേ ചല്ലികൾ ഇളകിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പക്ക റോഡാണ്. ഇവിടെ അതല്ല അവസ്ഥ, പ്രത്യേകിച്ച് കിടക്കുന്ന ഫസ്റ്റ് ഭാഗമല്ലേ അവിടെ കറക്റ്റ് അറിയും കേരളത്തിൻ്റെ റോഡിൻ്റെ പ്രശ്നം എന്താ അവസ്ഥ. പോട്ടെ താഴെ അടിപൊളി വെള്ളച്ചാട്ടം നോക്കിയൊക്കെ എന്നാ രസമാണ്. ഇനി കിട്ടില്ല, എന്തായാലും അടിപൊളിയാണ്. നമ്മളതുപോലെ തന്നെ അശ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്തുന്നില്ല എന്ന് മാത്രം. യോയോ ആണ് ഈ ബ്ലോക്കിൻ്റെ ഒക്കെ കാരണക്കാരൻ. ബാക്കിൽ എത്ര വണ്ടിയിട്ട് കണക്കെടുക്കാം നമുക്ക്. യോയോ ആകോട്ടെ ഫാമിലി. ആഹാ, ബാക്കിൽ കുറച്ച് വണ്ടിയേ ഉള്ളൂ. കുറെ ഉണ്ടല്ലോ അത്. അവ ഇപ്പൊ എന്തോ കയറ്റി വിടണമെന്നില്ല, അവന് മിക്കവാറും
ഇവിടെ വെച്ചപ്പോൾ ഈ റോഡ് മെച്ചുണ്ട്. റോഡ് മോശമുള്ള റോഡ് മാത്രമല്ല, മെച്ചുള്ള റോഡ് മെച്ചുണ്ട്. നമ്മളതിന് വലിയ പേടിയെ പോയിട്ടുണ്ട്. ഒരു ബൈക്കാരൻ പമ്പ വരുമെന്നുള്ള പ്രശ്നമാണ്. അത് വേറെ തന്നെയാണ്. എന്തായാലും നല്ല റോഡ് പറയുമ്പോൾ കുറച്ച് മോശപ്പെട്ട റോഡൊക്കെ ഉണ്ട്. ചെറിയ പിള്ളേരൊക്കെ മോശം തന്നെയാണ്. നല്ല രീതിയിൽ ടാർ ചെയ്ത് വെക്കണം. ഈ വ്യൂവിൽ ഒന്നും പറയാൻ പറ്റില്ല. കാർത്തിക റിസോർട്ടിലാണ് നമുക്കിത്. വണ്ടി ഒന്ന് തിരിച്ചു നിർത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഗൈസ്, ഞങ്ങൾ അങ്ങനത്തെ 3 വണ്ടികളല്ല, നമ്മുടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. VSS ഉണ്ട്, ബിഗ് ബോസ് ഉണ്ട്. സംഗതി കിട്ടിയ കെട്ടിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് നമ്മുടെ പിള്ളേർ ഫുഡ് കഴിക്കണം. ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഷെഫീക്ക് ഇവിടെ, ഞാനിവിടെ, പിള്ളേർ ബാക്കിലുണ്ട്. ഭക്ഷണം ഫസ്റ്റ് അറിയേണ്ട ബാക്കി എന്തുള്ളൂ. അങ്ങനെ സമയം വന്നിട്ട് ഏകദേശം 3:45 നമ്മൾ വന്നപ്പോഴേക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫുഡ്. പിന്നെ എന്തുള്ളൂ കുറച്ച് ട്രക്കിങ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാക്സിമം എടുക്കാനുള്ള പ്ലാൻ, അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ പോകുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയിട്ട് ട്രക്കിങ്ങിനാണ്. നമ്മൾ ബസ് അവിടെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഇതും പോണായിരിക്കും ബാക്കി വിശേഷം നോക്കാം. ഫസ്റ്റ് മുരുകമലയ്ക്കാണ് പോകുന്നത്. ഓരോ വണ്ടി ഇറങ്ങാൻ പറഞ്ഞ കഷ്ടപ്പാട് നോക്കിയൊക്കെ ഈ ഒരു രീതിയിലാണ് ഇറങ്ങാൻ പോകുന്നത്. ചേട്ടാ വണ്ടി പറയട്ടെ, ഞാൻ അയ്യോ. അങ്ങനെ അതുപോലെ തന്നെ ഓരോ വണ്ടികൾ അവിടുന്ന് ട്രക്ക് ചെയ്ത് വരുന്നത് ഈ ഒരു രീതിയിലാണ് പോരുന്നത്. എന്തായാലും അടിപൊളി. അതൊക്കെ എടുത്തിട്ട് പോരെ കേട്ടോ. എന്തായാലും ട്രക്കിംഗ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇത് ഇവർക്ക് തന്നെ മാത്രമേ പോകാൻ പറ്റൂ. നമ്മുടെ ലോക്കൽ പ്രൈവറ്റ് വണ്ടികളൊന്നും വിടാൻ സമ്മതിക്കത്തില്ല. നല്ല അടിപൊളി. എന്തായാലും ഹെഡ്ലൈറ്റ് കിട്ടാതുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മളങ്ങനെ മുരുകമലയിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കിവിടെ ഇറച്ചിപ്പാറ ചെയ്യേണ്ട അവിടെ കാണാൻ പോകുന്നത്. സമയം കണ്ടോ, നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോകാണ്ട്, അതുപോലെ തന്നെ ഇറച്ചിപ്പാറ, പിന്നെ ശർക്കര ഫാക്ടറി, ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. അങ്ങനെ അത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു ട്രിപ്പിലുള്ള പ്ലാനിങ്. അപ്പോൾ സമയത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള രീതിയാണ്. അപ്പോൾ അത് അവിടെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് പോകാൻ നല്ല റഷ് ഉണ്ട്. കാരണം ഒരുപാട് തിരക്ക് അവിടെ കാണാനുണ്ട്. അപ്പോൾ അതിന് ബാക്കി പിള്ളേരൊക്കെ ഏകദേശം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 വണ്ടികളാണ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഷെഫിക്കതാണ്ട് അവിടെ നിന്ന് പിള്ളേരൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ സ്പ്രെഡായിട്ട് കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും സംഗതി ക്ലൈമറ്റും അതെ, അതുപോലെ തന്നെ കാറ്റാണെങ്കിൽ തണുത്ത കാറ്റ്. അതുപോലെ ഈ ഒരു വ്യൂ നോക്കി ഒരു സൈഡിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡ് വരെ നോക്കി ഫുള്ള് മലനിരകൾ, ഒരു കോട പിടിച്ച പോലത്തെ ഒരു അന്തരീക്ഷം. അടിപൊളി കേട്ടോ. സംഗതി വെയിലുണ്ടെങ്കിലും ആ ഒരു വെയിലിൻ്റെ കാഠിന്യം നമുക്ക് അത്രയ്ക്ക് രീതിയിൽ അറിയുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഏകദേശം 4 ജീപ്പോളം നമ്മുടെ പിള്ളേരായിട്ട് വന്നത്, 55 പിള്ളേർ. ഒരു വണ്ടി ഏകദേശം 10 പിള്ളേരായിട്ട് കയറ്റു. അതുപോലെ തന്നെ ഇവിടേക്ക് നമുക്ക് ലോക്കൽ വണ്ടികൾക്ക് പ്രവേശനമില്ല, ഇവരുടേതായ ജീപ്പുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക്. ബാക്കിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു വഴിയൊക്കെ പോകണം. തൽക്കാലം ഫ്രണ്ട് പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. വെള്ളം നനയിൽ ഒരു രക്ഷയല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കാൻ സത്യത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ. പിന്നെ വേണ്ടവർക്ക് പോയി കുളിക്കാം, അത് വേറെ കാര്യം. പോണോ വെള്ളം നനയാൻ? നമുക്ക് മഴവില്ലടക്കം ഈ ഒരു സൈഡിൽ കാണാൻ. വെയിലടിക്കണതിൻ്റെതാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ കുറേ വെയിൽ. ഏറ്റവും ടോപ്പ് എന്ന് വെള്ളം ചാടി ഇറച്ചിപ്പാറ എന്ന സംഗതി ഇവിടെ ഒരു ഐതിഹ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാട്ടുവാസികളെല്ലാം സംഗതി മൃഗങ്ങളെല്ലാം പിടിക്കാൻ മൃഗങ്ങളെല്ലാം പിടിക്കാൻ പിന്നാമ്പുറത്ത് ചാടിച്ചു വരും. അതായത് ബാക്കിൽ നിന്ന് അവിടെ മുകളിലെത്തിയിട്ട് ഇങ്ങനെ വീഴ്ത്തിയിടുക, ഇത്ര ആട്ടി കൊടുത്തിട്ട് നേരെ താഴത്തേക്ക് വീഴ്ത്തിയിടുക, അത്ര ചെയ്യല്. അപ്പം അങ്ങനെ വീണ് ഇറച്ചി വന്നിട്ട് അങ്ങനെ കാറ്റിയിട്ടാണ് ഇറച്ചിപ്പാറ എന്ന് പേര് വന്നത്. ഇരച്ചിൽപ്പാറ എന്നാണ് ഇംഗ്ലീഷിൽ ഇതാക്കുക. ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ കാണ്ടല്ലൂർ സൈഡിൽ. നമ്മുടെ പിള്ളേരൊക്കെ താണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഒന്ന് കഴിക്കുന്നു.
കുറച്ച് ചാറിലൊക്കെ മരം കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മരമൊക്കെ പിന്നാക്കം നിൽക്കാറ്. ഇവന്മാരെന്തായാലും കുറച്ച് ഇതുണ്ട്. അവന്മാരെ കൊണ്ട് ഞാൻ വന്നു. മുകളിലോട്ട് കയറിയിട്ട് ബാക്ക് കൂടെ വകുപ്പുണ്ട്. ഇത് കൂടെ അങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോവാം. അധികം നനയൊന്നുമില്ല, പോരെ. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങനെ പോവാ. കമാൺ, എൻ്റെ കൂടെ പോന്നു. വഴിക്ക് വീഴരുത് കേട്ടോ. ബാക്കി എന്ത് നമുക്ക് സഹിക്കാം, വഴിക്ക് വീഴ് സഹിക്കില്ല. ഏകദേശം ഇതുവരെ വെള്ളം വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരില്ല. ഓക്കെ, ഒന്നും കേൾക്കില്ല. അവിടെ ഓട്ടോറിക്ഷ കുടുങ്ങി. ഇനി ഇന്നോവ കയറി പോകാൻ നമുക്ക് നോക്കിയേക്കാം. ഇന്നോവ ഡ്രൈവറെ കഴിവ് നമുക്ക് പറയാം. ഇന്നോവ അടിപൊളി ഡ്രൈവറാണോ. റിവേഴ്സ് ഇഞ്ചിക്ക് ഇറങ്ങാൻ നിന്നിട്ടില്ല. ഈസ് വൺ ഓഫ് ദി കൈൻഡ്. ചേട്ടേ നമുക്ക് പോവാം. ആദ്യം പറയാം, അതില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 2 മരത്തിലുള്ള ഹട്ടുകളുണ്ട്. എന്തായാലും പിള്ളേരൊക്കെ ഓൾ സെറ്റ്. ഇപ്പം എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ പിള്ളേരെ വലിച്ചിട്ട് നമുക്ക് നൈസായിട്ട് പോകാം. ഷെഫീക്കത് അവിടെ ഉണ്ട്. സംഗതി ഒരുപാട് തിരക്ക്, നല്ല തിരക്കുണ്ട്. തിരക്കൊന്നും ഒരു കുറവില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്ക് എന്ന് വെച്ചാൽ കുറേ വാസ്റ്റ് ഏരിയ ഉള്ളതുകൊണ്ട് വലിയ തിരക്കറിയാം. പക്ഷേ ജീപ്പുകളുടെ എണ്ണം നോക്കറിയാം. ഓരോ ജീപ്പിൽ ഏകദേശം 10-7-8 ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പോയേക്കാം. ഞങ്ങൾക്ക് ബസ്സാണ് നാട്ടിലെത്തിക്കണം. നൈസ്. അങ്ങനെ നമ്മൾ നേരെ മേലോട്ട് കയറാം. ഇറങ്ങിപ്പോ പിള്ളേരെ വേഗം നമുക്ക് നൈസായിട്ട് മേലെ കയറാൻ നോക്കാം. ഇതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പിള്ളേരിതാ കുറേ എണ്ണത്തെ മുമ്പിൽ ഏറിപ്പോ അന്നാച്ചി. എന്തായാലും സംഗതി ഗ്രാസ് ഒരു പുൽത്തൈലം നമുക്ക് അവിടെ കിട്ടും. നമ്മൾ ഓൾറെഡി റീൽ ചെയ്താണ് അവിടുന്ന് ആ പുൽത്തൈലം ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ. എന്തായാലും ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് വലിയ പുളിപ്പൊന്നുമില്ല. നല്ല അടിപൊളി ഫാഷൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ. നല്ല അടിപൊളി മധുരമുള്ളത്, പുളിപ്പില്ലാത്ത ഫാഷൻ ഫ്രൂട്ടാണ്. നമ്മൾ കാട്ടിൽ നിന്ന് പറിക്കുന്നതാണ്. പിന്നീട് പറയുന്നത് അവിടെ പോയൊക്കെ നമുക്ക് പല പല ഐറ്റംസും കിട്ടും. നമുക്ക് പോയൊക്കെ എന്തായാലും ആദ്യം ഇതിൻ്റെ മുകളിൽ പോട്ടെ. മേലോട്ട് ഇവിടെ പിടിച്ചോ, കയറിപ്പോ. നമ്മുടെ പിള്ളേർ ഓരോന്നോരോന്നായിട്ട് കയറി വരുന്നു. സംഗതി എന്തായാലും നമുക്ക് ജീപ്പിൻ്റെ എണ്ണ എടുക്കാം. ഒരു 4, 5, 6, 8, 10, 15, ഒരു 15 വണ്ടികളുണ്ട്. ഇത്രയും തിരക്കുണ്ടാവുന്നുണ്ട്. കുറേയൊക്കെ പേര് ആ സൈഡിലുണ്ടാവും. ഇനി ഒരു രക്ഷയില്ല. 4 പുറം ഇതൊക്കെ കൃഷി ചെയ്യണത് കേട്ടോ. ഇത് പുൽത്തൈലം കൃഷി ചെയ്യണ പുല്ലാണ് ഈ കാണുന്ന ഫുള്ള്. ഇവിടെ നോക്കിയാണെന്നില്ല ചിലപ്പോൾ അടിയിലൊക്കെ എത്തും. അത് മരം ഇളകായിരിക്കുമോ എങ്ങനെ? അത് അവിടെ ഇതാണ് ഒരു രക്ഷയില്ല. ഇവിടെ ആനയൊക്കെ ഇടയ്ക്ക് വരലുണ്ട് എന്നാണ് മൂപ്പര് പറയാറ്. നമ്മുടെ പിള്ളേർ മൊത്തം എന്താ എൻജോയ് ചെയ്തോണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മൾ മുകളിൽ കയറി ഇറങ്ങി ഇവരിനി കയറാൻ പോകണമല്ലോ. അപ്പോഴേക്കും നമ്മൾ ഫുള്ള് സെറ്റ് ഇല്ലാണ്ടായിരുന്നു. ഞങ്ങൾ തിരക്കില്ലാണ്ട് കയറി പോകുന്നു. പക്ഷെ ഇവരൊക്കെ ഇനി തിരക്കിൽ കയറാൻ പോവാണ്. അവിടെ നല്ല തിരക്കാട്ടോ. കയറിക്കും 7 പേരെ കയറാൻ പറ്റും. നോക്കിയിട്ട് കയറിക്കും. എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാം ഫുള്ളായി. ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്രയും അടിപൊളി. നോക്കിയൊക്കെ ഫുൾ തണുത്ത അന്തരീക്ഷം. അയ്യോ, ഇവിടെ സത്യം പറഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇത് നമ്മുടെ ചെറിയ ഗ്യാങ്. ഒരു 8-10 പേരെ നമ്മൾ ഗ്യാങ്ങായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 6 പേരുള്ളൂ. കാരണം അവരെ പിടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കയറ്റി. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കയറാൻ പോയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ കുറച്ച് പേര് പിടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ സെറ്റ്, ഫുൾ അടിപൊളി. ഇതിൻ്റെ അത്ര സുഖം സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഡയലോഗും സെയിം ഡയലോഗ് ആണെങ്കിലും പക്ഷേ എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അടിപൊളി സ്ഥലങ്ങളാണ്. അത്രയും രക്ഷയില്ല. സമയം ഏകദേശം 6:30 വരെയായി. നമ്മുടെ പിള്ളേർ കുറച്ച് ഗേൾസിനെ ഫുൾ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പിള്ളേർ എന്താ പുൽത്തൈലത്തിൻ്റെ ഒക്കെ പോയി കണ്ടോ? യെസ്, നമുക്ക് പുൽത്തൈലത്തിന് അടുവാം. ഇവിടെയാണ് പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലം. ഈ കാണുന്നതെല്ലാം പുൽത്തൈലത്തിൻ്റെ പുല്ലുകളാണ്.
ഇത് ഫുള്ള് ഒന്ന് പിച്ചിട്ട് സ്മെല്ല് ചെയ്താൽ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതായതാണ്, കൈയൊക്കെ സ്മെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. സാധനം ഉണ്ടോ നോക്കിയോട്ടെ. ഓക്കെ, പുൽത്തൈലം വാറ്റിയിട്ടാണ് ഉണ്ടാക്കുക. മറ്റേ നെല്ലിക്കും കാട്ടുനെല്ലിക്കും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. യെസ്, ഈ ഒരു സ്ഥലത്താണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഇതിലാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. നമ്മുടെ റീലിൽ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. എനിവേ ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു തരേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ്. ഇതുണ്ടോ, ഈ ഒരു ഇതിൽ ആണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പുല്ല് നിറയ്ക്കും. എന്നിട്ട് അടിയിൽ തീ കൊടുക്കും. തീ കൊടുത്തതിന് ശേഷം നേരെ ആവിയായിട്ട് ഈ ഒരു സൈഡിലേക്ക് വരും. ഇത് ബാരലിൽ വാട്ടറാണ്. വെള്ളം കൂളിങ് ചെയ്തിട്ട് നേരെ ഇപ്പുറത്തോട്ട് വരും. ഇപ്പുറത്തോട്ട് വന്ന് ചാടും. കേട്ടോ, ഈ കാണുന്നത് ഇതിൽ വന്ന് ചാടും. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് പുൽത്തൈലത്തിൻ്റെ ഓയിലായിരിക്കും, താഴ്ഭാഗത്ത് വെള്ളമായിരിക്കും. അപ്പം അങ്ങനെയാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ചേട്ടാ, അപ്പോൾ എനിക്കറിയാം. ഇനി ഇത്തവണ ഏലക്ക നെല്ലിക്കൊക്കെ ഉണ്ട് അല്ലേ? പാഷൻ ഫ്രൂട്ട് മാത്രമല്ല, കഴിഞ്ഞോ? ആ, അവിടെ ഉണ്ട്. ഓക്കെ, പാഷൻ ഫ്രൂട്ട്, ഇഞ്ചി, അതുപോലെ തന്നെ ഇതെന്തത് മറ്റേ കൂർക്കല്ലേ? കൂർക്ക. ഓക്കെ, വലിയ കൂർക്കയാണ്. അങ്ങനെ ഐറ്റംസൊക്കെ ആയിട്ട് ഉണ്ട്. അത് നമ്മുടെ കാട്ടുതേനല്ലേ? ആ, ചെറുതുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ആവശ്യമുള്ളവർക്ക് വന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഉല്ലാസ് വ്ളോഗിലാണ്. എന്താ സ്ഥലത്ത് പറയൂ, സ്ഥലം പറയൂ. അടിപൊളിയാണ്. ഓക്കെ, ഭയങ്കര ഞങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ്. യെസ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ സൽമാൻ. ഗൈസ്, ആള് സൂപ്പറാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം. എന്താ ക്യാമറമാൻ ഇഷാനോടൊപ്പം. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്. ഇത് ഓഫാക്കാൻ അറിയില്ല. പിള്ളേര് ഫുള്ള് ചായ കുടിക്കാൻ നിൽക്കുക. ആരെങ്കിലും സ്പോൺസറാണോ? എന്നാ ഞാൻ വരാം. അപ്പോൾ ചായ കുടിച്ചിട്ട് തീർത്തുകൊണ്ടിരിക്കണം. ബാക്കി എല്ലാവരും വന്നാൽ നമുക്ക് നൈസായിട്ട് ജിപ്പ്. അപ്പം നേരെ അടുത്ത സ്ഥലം പോകാൻ പറ്റിച്ചൊന്നു അതും കൂടി ഒന്ന് പോവാം. ഓക്കെ, നോക്കാം. പിള്ളേര് ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ്? ആരൊക്കെ? ആരാത്? കൊമ്പന്റെ സ്പോൺസർഷിപ്പ്? കൊമ്പൻ. നമ്മളങ്ങനെ ശർക്കര ഫാക്ടറിയിൽ എത്തിക്കുകയാണ്. ഇവിടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇവിടെ ശർക്കര വന്നിട്ട് കരിമ്പ് ഇതാക്കിയിട്ട് കരിമ്പ് ജ്യൂസ് നേരെ പൈപ്പ് വഴി നേരെ അവിടെ എത്തും. അവിടെ വന്നിട്ട് വലിയൊരു ബാരലുണ്ട്. ആ ഒരു ബാരലിൽ സംഗതി തിളപ്പിക്കും. ഇവിടെ മെയിനായിട്ട് വിറകായിട്ട് യൂസ് ചെയ്യുന്ന ഇവർ ചണ്ടിയില്ലേ, അതായത് കരിമ്പിൻ്റെ ചണ്ടി യൂസ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. അത് നേരെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇവിടെ തിളപ്പിച്ച് ഏകദേശം അതിൻ്റെ ഒരു ആവശ്യമുള്ള സംഗതി കുറച്ച് വെണ്ണീർ ഇത്തിൾ ചേർക്കും. എന്നിട്ട് ഇതാക്കിയിട്ട് നൈസായിട്ട് ഇതിലേക്ക് ഇതാക്കും. ഇവിടെ അതായത് ഇപ്പോൾ ചൂടോടെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇവിടെ ഉണ്ട് ശർക്കര. ഗായ്സ്, നമുക്കൊരു ടാങ്കറുകാരൻ തന്ന പണിയാണിത്. ഇവിടെ ഒരു കുത്ത്, അതുപോലെ തന്നെ ഇതായി കണ്ടതും. അങ്ങനെ നമ്മൾ അഖിലാമയുടെ പാർക്കിങ്ങിൽ വരുന്നത് അവിടെ വെള്ളടിക്കാൻ വന്ന ടാങ്കറുകാരൻ വന്നിട്ട് ഡ്രില്ല് ഈ നേരത്തോടെ കിട്ടില്ല. എന്തായാലും ലിപ്പ് പോയി താത്തിക്ക് കൊണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചാൽ വണ്ടി നിന്നിരുന്നത്. അവൻ നോക്കാതെ റിവേഴ്സ് എടുത്തിട്ട് ഇതായതാണ്. ആണോ, ഹെഡ്ലൈറ്റ് ഉള്ളിൽ പോയി, ഫ്രണ്ടും ഇതൊക്കെ പോണായി. ഓക്കെ, എന്തായാലും ലിപ്പ് പിടിപ്പിച്ചിട്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഫോട്ടോ ഞാൻ കാണിച്ചാൽ കേട്ടോ. ബാക്കി വിശേഷം ഇത് കഴിഞ്ഞിട്ട് പറയാം. സംഗതി എന്താ വെച്ചാൽ ഭയങ്കര സീൻ. ആ ഫ്രണ്ട് ഫുള്ള് ആകെ അലമ്പായുള്ളൂ. ഒരു സൈഡിൽ ലിപ്പ് മാത്രമായിട്ട് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പണി കിട്ടിയില്ല നമുക്ക്. ലോറി ടാങ്കറുകാരൻ തന്ന് വന്നിട്ട് നിർത്തിയിട്ടില്ല. അതും കൂടി ആലോചിച്ചൊക്കെ റിവേഴ്സ് തട്ടിയെന്ന് പറഞ്ഞിട്ട് പോലും നിർത്തിയിട്ടില്ല. അതായത് ബാക്ക് എടുക്കൽ നിർത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ കൂക്കിയിട്ടൊക്കെ നിർത്തിയത്. മേടിക്കാറില്ല. എന്തായാലും ആവട്ടെ, നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം, എന്നാലേ നടക്കും. നമ്മളങ്ങനെ ലിപ്പ് ഫിറ്റ് ചെയ്തു. ഈ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശം തൊട്ട് കമന്റ് ബോക്സ് അറിയിക്കുക. സോ നാളെ നമുക്ക് നേരെ മൂന്നാറിലേക്കാണ് വിശേഷം. അപ്പോൾ മൂന്നാറിൻ്റെ വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. സോ അടുത്തൊരു പുത്തൻ വീഡിയോ ആയി നിങ്ങൾ മുന്നിൽ വരെ ബൈ ടേക്ക് കെയർ സൈനിങ് ഓഫ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് തന്നെ ഫോളോ ചെയ്യുക. പ്രത്യേകം നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിള്ളേർ ഫുള്ള് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബൈ.